ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. 2026 ലോഗോസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് സാമീഡിയയുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതുണ്ട്. അംഗമാകുന്നതിന് വേണ്ട ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം സ്ക്രീനിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യേണ്ടതാണ്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. 20 മോക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞു. ആകെ 140 മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത്. തുടർന്നുള്ള മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നതിനും കഴിഞ്ഞുപോയ ടെസ്റ്റുകളുടെ ലിങ്ക് ലഭിക്കുന്നതിനും ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വീഡിയോയാണ്. 2 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സമാന വാക്യങ്ങളും ഇതോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3-ാം അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റ് നാളെയാണ് നടത്തപ്പെടുന്നത്. ഒന്നാമത്തെ ചോദ്യം, യോഹന്നാന്റെ സുവിശേഷം അധ്യായം 3-ലെ 2-ാമത്തെ തലക്കെട്ട്, സ്നാപകന്റെ ദൗത്യം. 2, നിക്കോദേമോസിനെ കണ്ടുമുട്ടിയ ശേഷം യേശുവും ശിഷ്യന്മാരും എവിടേക്കാണ് പോയത്? യൂദയാദേശത്തേക്ക്. 3, യൂദയാദേശത്തേക്ക് പോയതാരൊക്കെ? യേശുവും ശിഷ്യന്മാരും. 4, യേശു ആരോടൊപ്പമാണ് യൂദയാദേശത്തേക്ക് പോയത്? ശിഷ്യന്മാരോടൊപ്പം. 5, യേശു യൂദയാദേശത്ത് ആരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി? ശിഷ്യന്മാരോടൊപ്പം. 6, യേശു ശിഷ്യന്മാരോടൊപ്പം താമസിച്ച് സ്നാനം നൽകിയത് എവിടെ? യൂദയാദേശത്ത്. 7, യോഹന്നാൻ എവിടെയാണ് സ്നാനം നൽകിയിരുന്നത്? സാലിമിനടുത്തുള്ള ഏനോനിൽ. 8, സാലിമിനടുത്തുള്ള ഏതു സ്ഥലത്താണ് യോഹന്നാൻ സ്നാനം നൽകിയിരുന്നത്? ഏനോനിൽ. 9, യോഹന്നാൻ സാലിമിനടുത്തുള്ള ഏനോനിൽ സ്നാനം നൽകിയിരുന്നത് എന്തുകൊണ്ട്? വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ. 10, സാലിമിനടുത്തുള്ള ഏനോനിൽ എന്താണ് ധാരാളം ഉണ്ടായിരുന്നത്? വെള്ളം. 11, സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ ആരാണ് സ്നാനം നൽകിയിരുന്നത്? യോഹന്നാൻ. 12, ആളുകൾ ആരുടെ അടുത്തു വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു? യോഹന്നാന്റെ. 13, ഇനിയും ആര് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല എന്നാണ് യോഹന്നാൻ 3:24 പറയുന്നത്? യോഹന്നാൻ. 14, യോഹന്നാൻ ഇനിയും എവിടെ അടയ്ക്കപ്പെട്ടിരുന്നില്ല എന്നാണ് പറയുന്നത്? കാരാഗൃഹത്തിൽ. 15, യോഹന്നാന്റെ ശിഷ്യന്മാരും ആരും തമ്മിലാണ് തർക്കമുണ്ടായത്? ഒരു യഹൂദനും. 16, യോഹന്നാന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ എന്തിനെ പറ്റിയാണ് തർക്കമുണ്ടായത്? ശുദ്ധീകരണത്തെപ്പറ്റി. 17, ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായത് ആരൊക്കെ തമ്മിലാണ്? യോഹന്നാന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ. 18, യോഹന്നാന്റെ ശിഷ്യന്മാർ അവനെ സമീപിച്ച് എന്താണ് പറഞ്ഞത്? ഗുരു, ജോർദാന്റെ അക്കരെ നിന്നോട് കൂടെയുണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ്. 19, യോഹന്നാന്റെ ശിഷ്യന്മാർ എങ്ങനെയാണ് യോഹന്നാനെ സംബോധന ചെയ്തത്? ഗുരു. 20, നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ എന്തു നൽകുന്നു എന്നാണ് ശിഷ്യന്മാർ യോഹന്നാനോട് പറഞ്ഞത്? സ്നാനം. 21, എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ്. അവൻ ആര്? യേശു. 22, എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണെന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ യോഹന്നാൻ പ്രതിവചിച്ചത് എന്ത്? സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. 23, എവിടെ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്? സ്വർഗത്തിൽ നിന്നും. 24, യോഹന്നാൻ 3:28 യോഹന്നാൻ തന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഞാൻ ക്രിസ്തുവല്ല. 25, ക്രിസ്തുവിന് മുൻപ് അയക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? യോഹന്നാനെ കുറിച്ച്. 26, ഞാൻ എന്ത് പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ് എന്നാണ് യോഹന്നാൻ പറഞ്ഞത്? ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവന് മുൻപേ അയക്കപ്പെട്ടവനാണ്. 27, മണവാട്ടിയുള്ളവനാണ് ആര്? മണവാളൻ. 28, ആരാണ് മണവാളൻ? മണവാട്ടിയുള്ളവൻ. 29, അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്നതാര്?
സ്നേഹിതൻ. 30 അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ എന്തു ചെയ്യുന്നു? അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. 31 എന്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. ഇത് ആരുടെ വാക്കുകൾ? യോഹന്നാന്റെ. 32 ഏതുപോലെ എന്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്? അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നത് പോലെ. 33 അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഇത് ആരെക്കുറിച്ച് പറഞ്ഞതാണ്? യോഹന്നാൻ യേശുവിനെ കുറിച്ച്. 34 ആരാണ് എല്ലാവർക്കും ഉപരിയാണ് എന്ന് പറയുന്നത്? ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ. 35 ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാവർക്കും ഉപരിയാണ്. 36 ആരാണ് ഭൂമിയുടേത്? ഭൂമിയിൽ നിന്നുള്ളവൻ. 37 ഭൂമിയിൽ നിന്നുള്ളവൻ ആരുടേതാണ്? ഭൂമിയുടേതാണ്. 38 ആരാണ് ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഭൂമിയിൽ നിന്നുള്ളവൻ. 39 സ്വർഗത്തിൽ നിന്ന് വരുന്നവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ത്? എല്ലാവർക്കും ഉപരിയാണ്. 40 രണ്ട് കൂട്ടരെ കുറിച്ച് എല്ലാവർക്കും ഉപരിയാണ് എന്ന് പറയുന്നു. ആരെല്ലാം? ഉന്നതത്തിൽ നിന്ന് വരുന്നവനും സ്വർഗത്തിൽ നിന്ന് വരുന്നവനും. 41 സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എന്ത് ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു? കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി. 42 കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നത് ആര്? സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ. 43 സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി എന്തു ചെയ്യുന്നു? സാക്ഷ്യപ്പെടുത്തുന്നു. 44 ആരുടെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല? സ്വർഗത്തിൽ നിന്ന് വരുന്നവന്റെ. 45 സ്വർഗത്തിൽ നിന്ന് വരുന്നവന്റെ എന്ത് ആരും സ്വീകരിക്കുന്നില്ല? സാക്ഷ്യം. 46 സ്വർഗത്തിൽ നിന്ന് വരുന്നവന്റെ സാക്ഷ്യം ആരും എന്തു ചെയ്യുന്നില്ല? സ്വീകരിക്കുന്നില്ല. 47 സ്വർഗത്തിൽ നിന്ന് വരുന്നവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ എന്തിന് മുദ്ര വയ്ക്കുന്നു? ദൈവം സത്യവാനാണ് എന്നതിന്. 48 ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നത് ആര്? സ്വർഗത്തിൽ നിന്ന് വരുന്നവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ. 49 അവന്റെ, അതായത് സ്വർഗത്തിൽ നിന്ന് വരുന്നവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് എന്തു വയ്ക്കുന്നു? മുദ്ര വയ്ക്കുന്നു. 50 ദൈവം അയച്ചവൻ എന്ത് സംസാരിക്കുന്നു? ദൈവത്തിന്റെ വാക്കുകൾ. 51 ആരാണ് ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നത്? ദൈവം അയച്ചവൻ. 52 ദൈവം എങ്ങനെയല്ല ആത്മാവിനെ കൊടുക്കുന്നത്? അളന്നല്ല. 53 ദൈവം അളന്നല്ല എന്തു കൊടുക്കുന്നത്? ആത്മാവിനെ. 54 ആര് പുത്രനെ സ്നേഹിക്കുന്നു? പിതാവ്. 55 പിതാവ് പുത്രനെ എന്തു ചെയ്യുന്നു? സ്നേഹിക്കുന്നു. 56 പിതാവ് എല്ലാം ആരുടെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു? പുത്രന്റെ. 57 ആരിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു? പുത്രനിൽ. 58 പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്ത് ലഭിക്കുന്നു? നിത്യജീവൻ. 59 പുത്രനെ അനുസരിക്കാത്തവൻ എന്ത് ദർശിക്കുകയില്ല? ജീവൻ. 60 ആരാണ് ജീവൻ ദർശിക്കുകയില്ല എന്ന് പറയുന്നത്? പുത്രനെ അനുസരിക്കാത്തവൻ. 61 ആരുടെ മേലാണ് ദൈവകോപം ഉള്ളത്? പുത്രനെ അനുസരിക്കാത്തവന്റെ. സമാനവാക്യങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. കുറേയേറെ സമാനവാക്യങ്ങൾ ഉള്ളതുകൊണ്ടും കുറേയധികം വാക്യങ്ങൾ ഉള്ളതുകൊണ്ടും വാക്യങ്ങൾ ഇവിടെ നൽകിയിട്ടില്ല. നിങ്ങൾ ബൈബിൾ വായിച്ചതിനു ശേഷം ഒരാൾ ഒരു വാക്യമെങ്കിലും കമന്റ് ചെയ്യാൻ പരിശ്രമിക്കുക. ഇതിന്റെ സമാനതകൾ കണ്ടുപിടിക്കുക, ഇതിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുക. അതും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, യോഹന്നാൻ 3:3 സമാനമായ വചനഭാഗങ്ങൾ. 3 ഭാഗങ്ങളാണ്. യോഹന്നാൻ 1:13, 1 പത്രോസ് 1:23, 1 യോഹന്നാൻ 3:9. രണ്ടാമത്തെ ചോദ്യം, യോഹന്നാൻ 3:3 വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗ്രീക്ക് മൂലം എങ്ങനെ വിവർത്തനം ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയും വിവർത്തനം ചെയ്യാം എന്നാണ് പറയുന്നത്? ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ. 3 യോഹന്നാൻ 3:5 സമാനമായ വചനഭാഗങ്ങൾ. എസെക്കിയേൽ 36:25 മുതൽ 27 വരെ വാക്യങ്ങളും തീത്തോസ് 3:5. 4 യോഹന്നാൻ 3:13 സമാനമായ വചനഭാഗങ്ങൾ. റോമ 10:6, എഫേസോസ് 4:9.
5 യോഹന്നാൻ 3:14 സമാനമായ വചനഭാഗങ്ങൾ. സംഖ്യ 21:9, യോഹന്നാൻ 8:28, യോഹന്നാൻ 12:34. 6 യോഹന്നാൻ 3:16 സമാനമായ വചനഭാഗങ്ങൾ. റോമ 5:8, റോമ 8:32, എഫേസോസ് 2:4, 1 യോഹന്നാൻ 4:9, 10. 7 യോഹന്നാൻ 3:22 സമാനമായ വചനഭാഗം. യോഹന്നാൻ 4:2. 8 യോഹന്നാൻ 3:24 സമാനമായ വചനഭാഗങ്ങൾ. മർക്കോസ് 1:14, മർക്കോസ് 6:17, 18. ഇങ്ങനെ 8 സമാന വാക്യങ്ങളും 61 പ്രധാന ചോദ്യങ്ങളും, അങ്ങനെ 69 ചോദ്യങ്ങളാണ് രണ്ടാം ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും നന്നായി വചനം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.